ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. കുറെ നാൾക്ക് ശേഷമാണ് നീരജിനോടൊപ്പം അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. ഈ അടുത്ത് നിവിനെ കുറിച്ച് ഞാൻ അതന്നെ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷത്തിൽ മാറി നിന്ന് പുള്ളിയെ കണ്ടപ്പോഴാണ് പല കാര്യങ്ങളും മുന്നേ ഒരുമിച്ച് ചെയ്തതിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞത്. ഇപ്പം എനിക്ക് ഇന്ത്യൻ സ്റ്റാർ അവൈലബിൾ ആണെന്നുള്ള ടെൻഷനാണ്. അപ്പൊ അതൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു. കേരളത്തിലുണ്ടോ, മുംബൈയിലാണോ? റിലീസ് കഴിഞ്ഞിരിക്കുകയായിരുന്നു. വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരേ പ്രായം. ഫസ്റ്റ് ലവ് ലെറ്റർ കിട്ടിയത് ഏത് ക്ലാസ്സിലാണ്? എനിക്കൊരു പെർഫ്യൂം ഒരു ബോട്ടിലാ ഗിഫ്റ്റ് ചെയ്തത്. അതിന്റെ അകത്തൊരു ലെറ്റർ ഉണ്ടായിരുന്നു. 6ാം ക്ലാസ്സിൽ പെർഫ്യൂം ബോട്ടിൽ തന്നോ? പെർഫ്യൂം ബോട്ടിൽ 6ാം ക്ലാസ്സിൽ പൈസ ചോദിക്കുന്ന പാട് നമുക്കറിയാം. ചെന്നൈയില് അല്ല ഈ പറയുന്ന ബെസ്റ്റ് ഫ്രണ്ടിനെ ആയിരുന്നു എനിക്കിഷ്ടം. ഓ, ട്രയാങ്കിൾ പുള്ളിക്കറിയാവോ? അറിഞ്ഞു, ബിക്കോസ് ആ പുള്ളിയെ ഞാൻ പ്രപ്പോസ് എന്നിട്ട് എന്റെ ക്രഷ് ഇങ്ങനെ എന്നെ കൊണ്ട് അത് ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഡയറക്ടർ ഒന്ന് പറഞ്ഞു അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഐ ഹാഡ് എ ക്രഷ് ഓൺ ഹിം. അതുപോലെ ലവ് എന്ന് പറയുമ്പോൾ ഏത് പാട്ടായിരിക്കും അജു ചേട്ടന് വരാറ് മനസ്സിൽ? ലവ് എന്ന് പറയാം. ഞാൻ അപ്ഡേറ്റഡ് ആയി. നിലാവിന്റെ നീലവാസ്മൊക്കെയായിരുന്നു. ഞാനിപ്പോഴും അവിടെ കുറച്ച് നിൽപ്പുണ്ട്. പ്രണയത്തെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരാന്ന് പറയത്തില്ലേ? അപ്പം ഡയറക്ടർ ഈ ഒരു സീരീസ്, അതായത് ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെ കൊണ്ടുവരുമ്പം എങ്ങനെയാണ് ശരിക്കും ഈ ലവ് അണ്ടർ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവന്നത്? ബേസിക്കലി ഇതിനകത്ത് 2 എലമെന്റ് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫ് എല്ലാ എപ്പിസോഡിലും വീട് പണി തന്നെ കൺസ്ട്രക്ഷൻ. നായകന്റെ വീട് പണിയും നായകന്റെ നായികയുടെയും ലവുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇതിലെ സബ് ടെക്സ്റ്റ് കിടക്കുന്നത്. ലവ് ഇസ് ഓൾസോ അണ്ടർ കൺസ്ട്രക്ഷൻ. അപ്പൊ അങ്ങനത്തെ സബ് ടെക്സ്റ്റ് പാരലി പോകുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയെന്നുള്ളത് അതറിയാനാണ് കാണേണ്ടത്. ഗൗരിയിലേക്ക് വരികയാണെങ്കിൽ, ഗൗരി എനിക്ക് തോന്നുന്നു ചെയ്ത സിനിമകളിലൊക്കെ ആണെങ്കിലും പ്രണയം ഒരു എലമെന്റ് ആയിരുന്നു. ഇപ്പൊ ജാനു ഒക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത മലയാളികളുടെ ഒക്കെ ഒരു ഹാർട്ട് ത്രോബ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അല്ല, ജാനു ഒക്കെ ഇപ്പോഴും മലയാളികളുടെ ഒരു ഹാർട്ട് ത്രോബ് ആയിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അതിനുശേഷവും ചെയ്തു, മിസ് റൗത്തർ ചെയ്തു, ലിറ്റിൽ മിസ് റൗത്തറിലാണെങ്കിലും എല്ലാവരും പ്രണയം ഉണ്ടായിരുന്നു. അപ്പം ഇതിലും ഗൗരി എന്ന പേര് തന്നെയാണ് ഈ ഒരു സീരീസിന് വരുന്നത്. അപ്പം ഇതിലെ പ്രണയം എങ്ങനെയാണ്? എന്റെ ഫേവറേറ്റ് ജോണർ ആണ് റൊമാൻസ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചെയ്യുമ്പോൾ ഒരു ഫ്ലോയിൽ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിൽ ഈസി ആയിട്ട് വരുന്ന ഒരു ജോണർ ആണ് റൊമാൻസ്. അപ്പൊ ഇതിലെ റൊമാൻറ്റിക് ആംഗിൾ എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ്, പക്ഷെ ഒരു മെച്ചോർഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിൽ എന്ന് വെച്ചാൽ ഒരു mid-20s ഒരു കപ്പിൾ അടുത്ത സ്റ്റേജിലോട്ട് അവരുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്ന ഒരു കല്യാണത്തിലോട്ട് പോകുമ്പോൾ ഉള്ളൊരു സംഭവമാണ്. ഇറ്റ് വാസ് എ മെച്ചോർ അപ്രോച്ച്. എനിക്ക് തന്നെ ഇപ്പോൾ വിഷ്ണുവായിട്ട് ഈ ക്യാരക്ടറിന്റെ പേര് ഗൗരിയാന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ക്യൂരിയസ് ടു നോ ഇഫ് ഇത് എന്നെ പോലെ ആയിരിക്കോ, പേര് മാത്രമാണോ എന്നുള്ളൊരിത്. ബട്ട് ഐ ഹാഡ് എ ലോട്ട് ഓഫ് സിമിലാരിറ്റീസ് ഈ ഒരു സിനിമയിലെ ഗൗരിയും ഞാനായിട്ട് കുറച്ചൊക്കെ. എന്തൊക്കെ കാര്യത്തിലായിരിക്കും ആ ഒരു സിമിലാരിറ്റി വന്നിരിക്കുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും? എല്ലാത്തിനെ പറ്റി ഒരു ധാരണയുണ്ട്. വിനോദിന്റെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഈവൻ റിലേഷൻഷിപ്സ് ഓർ ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ഫാമിലി എന്നെ ബോദർ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അവരെ ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഞാനൊരു സ്റ്റബേൺ എന്നുള്ള ഒരാളല്ല, ബട്ട് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. പിന്നെ കരിയർ വൈസും എപ്പോഴും ഒരു ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക് ഇൻഡിപെൻഡന്റ് ആവണം. അപ്പൊ അങ്ങനെ ഈ ഒരു ജനറേഷനിലെ ഒരു മോഡേൺ യങ് വുമൻ ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ഇറ്റ് വാസ്. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ എക്സൈറ്റഡ് ആക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അജു ചേട്ടൻ്റെയും നീരജ് ചേട്ടൻ്റെ ഒരു കോംബോ ആണ്. നീരജ് മാധവ് അജു വർഗീസ് കോമ്പിനേഷൻ. അപ്പൊ ഇത് ഈ ഒരു സിനിമയ്ക്കകത്തത് എങ്ങനെയാണ്? കുറെ നാൾക്ക് ശേഷമാണ് നീരജിനോടൊപ്പം അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. ഈ പ്രാവശ്യമൊക്കെയാണ് അത് തിരിച്ചറിഞ്ഞ് നല്ല രസ പുള്ളിയോട് അഭിനയിക്കാൻ. ആക്ച്വലി മുന്നേ അത് അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ അതിന്റെ ഒരു അറിഞ്ഞില്ല. ഈ അടുത്ത് നിവിനെ കുറിച്ച് ഞാൻ അത് തന്നെ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷത്തിൽ മാറി നിന്ന് പുള്ളിയെ കണ്ടപ്പോഴാണ് പല കാര്യങ്ങളും മുന്നേ ഒരുമിച്ച് ചെയ്തതിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞത്. ഇപ്പം സെയിം തിങ് നീരജിനോടൊപ്പം എപ്പോഴും വന്നിരുന്നെങ്കിൽ എന്താ ഭംഗി പോകാനായിട്ടോ. കറക്റ്റ്. ആ ഗ്യാപ്പ് വരുന്നത് നല്ലതാണ്. അതുകൊണ്ടാണല്ലോ ആ റീവിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക്. പക്ഷെ കുറെ 6 ലവകുശ കഴിഞ്ഞിട്ട് ഒരു 7 വർഷമായി 8 വർഷമായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ സിനിമകൾ ചെയ്തിട്ടില്ല. എവിടെയാണോ അന്ന് നിർത്തിയത് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് ബിക്കോസ് നമുക്ക് സുഹൃത്തുക്കളായതുകൊണ്ട് വിഷ്ണു ഞാനും കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ നേരത്തെ അഭിനയിച്ചിട്ടുള്ളവരാണ്. വിഷ്ണു ഞാനും പകിടയിലോ ചെയ്യുമ്പോൾ സുഹൃത്തുക്കളാണ്.
സോ ആ ഒരു പ്ലസ് എപ്പോഴും റിലേഷൻഷിപ്പ് നമുക്ക് ഓൺ സ്ക്രീനിൽ വർക്ക് ആവും. ഇവരുടെ കോംബോയിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, Yes. അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെ എനർജി അത് ത്രൂ ഔട്ട് ദ സീരീസ് അത് കിട്ടുന്നുണ്ട്. ഈ കോംബോ ഇങ്ങനെ കൊണ്ടുവരാമെന്ന്, അതായത് ഇപ്പം ഇത് എഴുതി കഴിഞ്ഞപ്പോഴാണെങ്കിലും ഇവരെ രണ്ടുപേരും കൊണ്ടുവരാം എന്നുള്ളൊരു തോട്ട് എങ്ങനെയായിരുന്നു? അങ്ങനെ ഞാൻ പൊതുവെ ഇടുന്ന അങ്ങനെ ഇന്ന ആള് അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. പക്ഷെ ഇത് കൃത്യമായി ഇതിലേക്ക് ലാൻഡ് ആയി എന്നുള്ളതാണ്. അത് ലാസ്റ്റ് മിനിറ്റ് ആണ് ആക്ച്വലി. ഒരു 1 month ബിഫോർ, 1.5 months ബിഫോർ ആണ് എനിക്ക് കോൾ വന്നത്. ഓ, എനിക്കൊന്ന് പെട്ടെന്നും എല്ലാം കൂടി പ്ലാൻഡായി ഒന്നതാണ്. രാജു ആ സമയത്ത് ഈ കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു മീറ്ററിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ളത് നമുക്കും അറിയില്ല. അപ്പൊ ഡിസ്കഷനിലൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ പറയാം അജു മിക്കവാറും പിടിക്കില്ലായിരിക്കും. അപ്പൊ അങ്ങനെ മാറി പിന്നെ ഇത് അജു അറിയുന്നു, നമ്മൾ സംസാരിക്കുന്നു. അപ്പൊ അജുവിന് താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ നമുക്കറിയാം ഇത് വർക്കായി, കോംബോ വർക്കാണ്. ത്രൂ ഔട്ട് ദ സീരീസ് ഇവരുടെ ഒരു എനിക്ക് ഇന്ത്യൻ സ്റ്റാർ അവൈലബിൾ ആണെന്നുള്ള ടെൻഷനാണ്. അദ്ദേഹം സ്ഥലത്തുണ്ടോ, അപ്പൊ അതൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു. കേരളത്തിലുണ്ടോ, മുംബൈയിലാണോ? RDX റിലീസ് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞു എന്നോട് ഇമ്മീഡിയറ്റ് തന്നെ ചെയ്യാനുള്ളതാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റോളാണ്. എനിക്ക് വളരെ മനസ്സിനോട് ഇണങ്ങിയിരിക്കുന്ന ഇതിൽ എന്തൊരു റോളാണ് അജു ചേട്ടൻ ചെയ്യുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കളിയാക്കില്ലേ, ഒരു ഏജ് ആയി കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ആക്സെപ്റ്റബിൾ ആവാത്ത പല കാര്യങ്ങളും പറയുന്ന ഒരു പ്രീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ചെയ്യുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്ന നമ്മളിപ്പോ പറയണ തന്ത വൈബിൽ അയാളാണ്. അയാൾ ആ വൈബാണ്. പുള്ളി ഭയങ്കര പാവമാണ്, നമുക്ക് ഭയങ്കര സ്നേഹവും തോന്നും പുള്ളിയുടെ അടുത്ത്. ഉദ്ദേശശുദ്ധി കറക്റ്റാ. അതെ, എന്റെ അനിയൻ പുള്ളി ജെനുവിൻലി വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ. എന്റെ അനിയൻ ഒരു തെറ്റായ വഴി പോകരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാ. പക്ഷേ അത് ശരിയല്ല, ഒരു ജഡ്ജ്മെന്റ് ആണ് അല്ലേ? മറ്റൊരാളുടെ ജീവിതം നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അത് എന്റെ ക്യാരക്ടർ വൺ ഓഫ് ദി ഫൈനസ്റ്റ് റിട്ടൺ ക്യാരക്ടേഴ്സ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയിരിക്കുന്നത്. ഓം ശാന്തി ഓശാനയിലേക്ക് ഒരു ക്യാരക്ടർ ടച്ച് അങ്ങനെ ഫ്രാഡാണ്. ഇത് ഫ്രാഡല്ല, പാവമാണ്. അപ്പൊ പാവമാണ്. ഒരു കാലഘട്ടം, ഒരു സമൂഹവും ഇങ്ങനെയുള്ള കുറെ പപ്പന്മാരെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പപ്പന്മാരും വിനോദമാരും ഇന്ന് ഒരുമിച്ചുള്ള സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ പപ്പന്മാരും ഗൗരിമാരും ഒരുമിച്ച് താമസിക്കുന്ന വീടുകളുണ്ട്. പപ്പൻ ചിലപ്പം ഒരു പിതാവായിട്ട് വരാം, പപ്പൻ ചിലപ്പോൾ ഒരു ബ്രദറായിട്ട് വരാം, പപ്പൻ ചിലപ്പോൾ ഒരു കൂട്ടുകാരനായിട്ട് വരാം. ബേസിക്കലി എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ചുറ്റുമുള്ളവരെന്ന് വിശ്വസിക്കുന്നത് അയാളുടെ നല്ല മനസ്സ്. പക്ഷെ അയാൾ പൊക്കി പിടിക്കുന്ന ആശയങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം ശരിയല്ല, ഡിബേറ്റബിൾ ആണ്. കാര്യം അയാളുടെ ഉദ്ദേശശുദ്ധി കറക്റ്റാണ്, ജെന്യുവൻലി കറക്റ്റാണ്. അയാൾക്ക് ഒരു ബാഡ് ഇന്റൻഷൻ ഇല്ല, റോങ് ഇന്റൻഷൻ, സെൽഫിഷ് ഇൻട്രസ്റ്റ് ഇല്ല. നീരജ് നേരത്തെ അതിനൊരു എക്സാമ്പിൾ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞു. നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മാവനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും, അത്ര ചേട്ടനോ ചേച്ചിയോ ഒക്കെ ആയിക്കോട്ടെ, ഇങ്ങനെ ഉള്ളൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ക്യാൻസൽ കൾച്ചർ എന്നൊരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്ന നീരജ് പറഞ്ഞപ്പോഴേ അറിഞ്ഞു. അത് എക്സിസ്റ്റ് ചെയ്യുമ്പം നമുക്ക് എടുത്ത് കളയാൻ പറ്റും. പുതിയൊരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ നമുക്ക് ആ വൈബിലുള്ളവരെ നമുക്ക് വേണ്ട, പരിചയം വെക്കണ്ട, അല്ലെങ്കിൽ സൗഹൃദം വേണ്ടെന്നൊക്കെ വെക്കാം. നമ്മൾ ഭൂമിയിലോട്ട് വരുമ്പോഴേ ഇന്ന കണക്ഷൻസോടെയല്ലേ വരുന്നത്, ഇന്ന വ്യക്തികളോട്ട്. അപ്പം പപ്പൻ ഇസ് എ റെപ്രസെന്റേഷൻ ഓഫ് ആ ഒരു വിഭാഗം. പപ്പൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ പപ്പനെ പോലെ പല ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം വിഷ്ണു ഇപ്പം എഴുതുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും റിയൽ എക്സ്പീരിയൻസിൽ നിന്ന് അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്നേഹം കണ്ടിട്ടോ അങ്ങനെ എഴുതിയതാണോ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്? ഇത് കുറച്ച് അതായത് പറയുന്ന പോലെ ഇപ്പൊ വീടിന്റെ കൺസ്ട്രക്ഷൻ സംഭവം എനിക്ക് അറിയാവുന്ന പരിചയത്തിലുള്ള ആർക്കെങ്കിലും പോലും വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെയൊക്കെ എതിർ പോയി കാണുകയോ ഫോണിൽ കൂടെ സംസാരിക്കുക, എവിടെ നിന്നാണ് നമുക്ക് രസമുള്ളൊരു ഇൻസിഡന്റ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് അറിയാവുന്ന എല്ലാവരും ഞാൻ വെറുതെ ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ത്രൂവിൽ അപ്പൊ ഇവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ള, ഓർമ്മിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ പല കാര്യങ്ങളും സിമിലറാണ്. അപ്പൊ അങ്ങനെ കുറെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അല്ലാതെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഇവന്റ്സ് ഒക്കെ ഫ്രണ്ട്സിന്റെ ലൈഫിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിലും ഒരു മസാല ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ വളരെ ജനലിൽ കൂടെ നോക്കുന്ന ജീവിതം കാണിക്കാനാണെങ്കിൽ പിന്നെ ജനലിൽ കൂടെ നോക്കിയാൽ പോരെ. അപ്പൊ സിനിമയിലേക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ എല്ലാ ക്യാരക്ടറൈസേഷനിലും ഒരു സ്പൈസ് എലിമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരു രണ്ട് പിടിക്ക് പ്രശ്നമുള്ള ആൾക്കാരും ഫ്ലോഡും ഗ്രേ ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും. നമ്മളിവിടെ നന്മയൊന്നും തൂകുന്നതേ ഇല്ല. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ? എനിക്ക് മെയിൻലി നമുക്ക് ദുബായിൽ ഒരു സെറ്റ് ഓഫ് സീൻസ് ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ ട്രിവാൻഡ്രത്തൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഷൂട്ടിങ്. ദുബായിൽ ഫണ്ണായിരുന്നു റിലേറ്റീവ്ലി. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് ട്രിവാൻഡ്രത്തെ സീൻസ് ആയിരുന്നു. അതപ്പം ലീനിയർലി നോക്കിയ ദുബായ് ആണ് ആദ്യം. അപ്പം എനിക്കും നീരജിനും ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു
ഗിവ് ആൻഡ് ടേക്കിന്റെ ഡയറക്ട്ലി ജംപ് ടു ദ ഇന്റൻസ് സീൻ. മിഡ് അതെ അതെ. അപ്പൊ ആദ്യം വിചാരിച്ചു അത് ഇറ്റ് വാസ് ചാലഞ്ചിങ് ആയിരുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബൗണ്ടറീസും ഏതുവരെ നമ്മൾക്ക് വി ക്യാൻ കൗണ്ട് ഓൺ ഈച്ച് അതർ എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നാട്ടിലുള്ള സ്കെഡ്യൂളിൽ തന്നെ മനസ്സിലായി. അതുകൊണ്ട് ദുബായ് സ്കെഡ്യൂൾ വാസ് ഈസി. റൊമാൻസ് മോണ്ടാജസും അങ്ങനത്തെ ബിഗിനിങ് പോർഷൻ ആയിരുന്നു. അങ്ങനെ എന്താ പ്ലാൻ ചെയ്ത കാര്യം? നിങ്ങളൊന്ന് കംഫർട്ട് സ്പേസിൽ എത്തിയതിനു ശേഷം റൊമാൻസ് സീക്വൻസിലേക്ക് പോവാന്ന് പ്ലാൻ ചെയ്തിരുന്നത്. തിരിച്ചു ചെയ്തിരുന്നെങ്കിലും തിരിച്ചു ചെയ്തിരുന്നെങ്കിൽ ഈ ആ കംഫർട്ട് സ്പേസ് എത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി ഫീൽ ചെയ്യത്തില്ല. ഫോഴ്സ്ഡ് ആയിട്ട് തോന്നിയ അത് പരസ്പരം അറിയത്തില്ലല്ലോ. ഇതിപ്പോ നിങ്ങൾ 40 ദിവസം ഷൂട്ടിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ദുബായി പോകുന്നത്. അപ്പൊ സൈലൻസിൽ പോലും ആ കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതിനുവേണ്ടി മനഃപൂർവ്വം 40 days ഇങ്ങനെ കംഫർട്ട് ആക്കിയതിനു ശേഷമാണ് ദുബായ് ഷൂട്ട് ചെയ്ത് ട്രിവാൻഡ്രം ഷൂട്ട് ചെയ്യായിരുന്നു. നമ്മൾ തിരിച്ചു ചെയ്യാന്ന് വിചാരിച്ചത് ഇവരൊന്ന് സെറ്റ് ആയതിനു ശേഷം ആദ്യത്തെ സീക്വൻസ് അങ്ങനെ ആരാണെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ. പക്ഷെ എനിക്ക് തോന്നി നമ്മൾ ആദ്യം 6th എപ്പിസോഡ് ചെയ്തപ്പോ ഒട്ടും അറിയാത്ത ഒരാളുടെ കൂടെ വഴക്കിടാനും ഇമോഷണൽ ചെയ്യാനും അതൊക്കെ പറയും. അതല്ല വഴക്കുന്ന വരുമ്പോ ഉണ്ടായിരുന്നല്ലോ. 6th എപ്പിസോഡിലെ കഥയെ കഥയല്ലേ ഇപ്പൊ പറയുന്നത്. നേരത്തെ ഇപ്പൊ ഇറങ്ങാനുള്ള പുള്ളിക്കാരുടെ വിഘ്നേഷ് ശിവൻ സാർ ഡയറക്ട് ചെയ്ത ലവ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അതിന്റെ കഥ ഇപ്പൊ അവര് VFX മായിച്ചാളാൻ പോകുന്നു. ഇന്റർവ്യൂ കണ്ടാ മതി എന്നൊക്കെ. അങ്ങനെയല്ല, അത് ഞാൻ വിഷ്ണുവിനോട് ചോദിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് നമുക്ക് എനിക്ക് ഐ തിങ്ക് റിലേറ്റീവ്ലി കുറച്ച് ഈസി സീൻസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ. പക്ഷെ അതൊരു നല്ല ചാലഞ്ച് ആയിരുന്നു. നമുക്ക് എപ്പോഴും അഡാപ്റ്റ് ചെയ്യണല്ലോ. ആസ് എൻ ആക്ടർ യു ഷുഡ് അഡാപ്റ്റ് ടു ഡിഫറെന്റ് സിറ്റുവേഷൻസ്. ഗൗരി അവിടെ വളരെ ഫ്രീ ആയിട്ടാണ്. നമുക്ക് മനസ്സിലാവുന്നില്ല. ഉള്ളിൽ കലുഷിതമായിരുന്നല്ലേ ചിന്തകളും. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്നെ കൊണ്ടത് പറ്റുമോ എന്നൊക്കെ. ആ ഒരു 100% കൺവിൻസിങ് ആക്കാൻ പറ്റുമോ. അതല്ലേ ആർട്ടിസ്റ്റിന്റെ അതാണ് അപ്പൊ എനിക്ക് അപ്പൊ ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും പിന്നീട് എല്ലാം ഓക്കെ ആക്കി സെറ്റൊക്കെ. അതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ റൊമാൻറ്റിക് മന്താണ് ഫെബ്രുവരി. ലവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് സിനിമയാണ് വരുന്നത്. അപ്പം നിങ്ങൾ ഈ ലവ് ലെറ്റർ ഒക്കെ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? എന്താണൊരു കഥ പറയാനാണെങ്കിൽ എഴുതിയിട്ടുണ്ടോ? എഴുത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലവ് ലെറ്റേഴ്സ്, കോളേജൊക്കെ ആയപ്പോ മൊബൈലായല്ലോ. ലവ് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഗൗരിയുടെ ഒക്കെ സമയത്ത് ലവ് ലെറ്റർ അല്ല, മെസ്സേജിൽ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട്. ഫേസ്ബുക്ക് സ്റ്റേറ്റസ് ആയിട്ട് നമ്മുടെ ഒരു ഡയറി, ഡിയർ ഡയറി എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതല്ല, പക്ഷെ ഇറ്റ്സ് ഡെഡിക്കേറ്റഡ് ടു ദാറ്റ് പേഴ്സൺ. അങ്ങനെ ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് എഴുതിയൊരു ലവ് ലെറ്റർ ഓർമ്മയിലുണ്ടെങ്കിൽ എന്തൊക്കെ വേർഡ്സ് വെച്ചിട്ടൊക്കെ ആയിരിക്കും എഴുതി ഏറ്റവും ഇംപ്രഷൻ തോന്നിയൊരു ലെറ്റർ ഏതായിരിക്കും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഏതായിരിക്കും? നമുക്ക് പോയട്രി ആയിരുന്നല്ലോ. നമുക്ക് ഒരു ആ സമയം എന്നൊക്കെ പറയുമ്പോ 3 വർഷം മുന്നെയാണ്. ഇപ്പൊ 22 വയസ്സെന്തേ ഉള്ളൂ. 22 അങ്ങനെയല്ല, ഒരു 8ാം ക്ലാസ് കിട്ടി തുടങ്ങിയ അന്നത്തെ കാര്യമായിരിക്കും. പ്രായം പറയണോ? വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരേ പ്രായം. അല്ല, ഒരു 8ാം ക്ലാസ്സിലൊക്കെ നമ്മളുടെ വിചാരം എന്താ പറയാ, കുറച്ച് റൈം ചെയ്ത പോയിട്രി ആണ്. ഫസ്റ്റ് ലവ് ലെറ്റർ കിട്ടിയത് ഏത് ക്ലാസ്സിലാണ്? 6ാം ക്ലാസ്സില്. അത് ഓർക്കണുണ്ടോ ലവ് ലെറ്റർ എന്താ കിട്ടിയെന്ന്? എങ്ങനെ? അല്ല, എനിക്കൊരു പെർഫ്യൂം ഒരു ബോട്ടിലാ ഗിഫ്റ്റ് ചെയ്തത്. അതിന്റെ അകത്തൊരു ലെറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുള്ളിയോട് യെസ് പറഞ്ഞില്ല. 6ാം ക്ലാസ്സിൽ പെർഫ്യൂം ബോട്ടിൽ തന്നോ? പെർഫ്യൂം ബോട്ടിൽ 6ാം ക്ലാസ്സിൽ പൈസ ചോദിക്കുന്ന പാട് നമുക്കറിയാം. ചെന്നൈയില് ഞാനെല്ലാം മുട്ടായിയൊക്കെ പ്രതീക്ഷിച്ചത്. പെർഫ്യൂം ബോട്ടിലൊക്കെ ആയിട്ട് അത്ര ഡെഡിക്കേഷനോടെയാണ് ആള് വന്നത്. 6ാം ക്ലാസ്സിൽ. പക്ഷെ പാവം റിജക്ട് ചെയ്ത് പെർഫ്യൂം തിരിച്ചു കൊടുത്തോ വീട്ടിൽ വെച്ചോ? ഞാനത് വാങ്ങിയില്ല, മൊത്തത്തോടെ റിജക്ട് ചെയ്തു. അതുപോലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അല്ല, ഈ പറയുന്ന ബെസ്റ്റ് ഫ്രണ്ടിനെ ആയിരുന്നു എനിക്കിഷ്ടം. ഈ വന്ന ബെസ്റ്റ് ഫ്രണ്ടിനെ ട്രയാങ്കിൾ ലവ് സ്റ്റോറി പുള്ളിക്ക് അറിയാവോ? അറിഞ്ഞു, ബിക്കോസ് ആ പുള്ളിയെ ഞാൻ പ്രപ്പോസ് എന്നിട്ട്
എന്നിട്ട് ഈ അവര് തമ്മിൽ അടിയായി അത് കണ്ടു നിന്നു. എപ്പോഴും ഒരു പെണ്ണ് കാരണം കനകം മൂലം അത് തെറ്റായ ഒരു ഇതായി മാറും ഉടനെ അല്ലേ? ആ യൂസേജ് ഒക്കെ കനകം മൂലം ഇപ്പഴേ പോയി. ഫാമിലി മൂലം പോയില്ല, തെറ്റായി മാറിയില്ലേ, ടോക്സിക് ആയി മാറി, ഏകദേശം. പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്. അതെ അതെ. അതെ അതെ. അതുപോലെ ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് ഈ ഫിലിം ഒക്കെ നമ്മൾ കാണുമ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് തോന്നിയൊരു ക്രഷ് എന്നൊക്കെ പറയാനുള്ളൊരു ആളായിരിക്കും ഫിലിമിലൊക്കെ അജു ചേട്ടനാ? നമുക്ക് ശോഭന മാം അങ്ങനെയുള്ളവരൊക്കെ ഭയങ്കര ക്രഷ് അല്ലത്, ഭയങ്കര ആരാധനയാണ്. ഉർവശി ചേച്ചി, ഈ രണ്ടുപേരുടെ ഉള്ളൂ തോന്നിയിട്ടുള്ളത്. അത് എന്റെ crush ആയിട്ടല്ലേ? ക്രഷ് പറയല്ലേ, ആരാധന പറഞ്ഞ പോലെ എനിക്ക് അവരത് ക്രഷ് പറഞ്ഞാൽ മതി. വാമിക. ഗബി ഇത് ആദ്യമൊന്നല്ല, ഇത് റീസെന്റ്. ഞാൻ റീസണാ പറഞ്ഞ, അല്ലാതെ ഈ പറഞ്ഞ പോലെ എനിക്ക് ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും ഞാനൊക്കെ ശോഭന മാം ഉർവശി മാമിനൊക്കെ നിൽക്കുകയാണ്. ഈ രണ്ട് പേര് അതെ, അതിപ്പോഴും മാറി ഒരാള് റീപ്ലേസ് ഒരു സിനിമ വെച്ച് നമുക്ക് പല ആക്ടേഴ്സിലും ഫീൽ ചെയ്തിട്ടുണ്ട് വാവുന്ന്. അതെ അതെ. പക്ഷെ ഒരു ബോഡി പാടാം. ഗൗരിക്ക് ആരായിരുന്നു? നോ ഒഫൻസ്, ഇപ്പോഴത്തെ ആക്ടേഴ്സിനെ എങ്ങനെ പറഞ്ഞല്ല, ഞങ്ങൾ കണ്ടു വളർന്നത്. പക്ഷെ ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇപ്പോഴത്തെ ആക്ടേഴ്സ് ആരും അത് ഒഫൻസീവ് ആയി എടുക്കുകയില്ല. അവർക്കും അത് തന്നെ ആയിരിക്കും, അവരുടെ ആരാധിക്കുന്ന അവരും ലുക്കപ്പ് ചെയ്യുന്നു. അവർക്കും അതാണ് ഇഷ്ടം. ആരെയായിരിക്കും ഗൗരി ഇങ്ങനെ ആലോചിക്കുവാ നിങ്ങൾ സംസാരിച്ച സമയത്ത്? ആരെ പറയണം പറയണമെന്നൊക്കെ. അങ്ങനെയല്ല, എനിക്ക് ധനുഷിനെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാനൊരു സിനിമ കൂടെ ചെയ്തപ്പോഴും എന്റെ ക്രഷ് ഇങ്ങനെ എന്നെ കൊണ്ട് അത് ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഡയറക്ടർ ഒന്ന് പറഞ്ഞു അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഐ ഹാഡ് എ ക്രഷ് ഓൺ ഹിം. അതെനിക്ക് തോന്നുന്നു ഷൂട്ട് സെറ്റ്, ഐ മീൻ ഞങ്ങളുടെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ആരോ പുള്ളിയോട് പറഞ്ഞു, ഇപ്പോൾ അപ്പടിയാന്നൊക്കെ ചോദിച്ചു. സോ ധനുഷിനെ എനിക്ക് എപ്പോഴും ഞാൻ സീ ഹിം ഓൺ സ്ക്രീൻ ഒരു ഭയങ്കര ക്രഷ് തോന്നുന്നത്. അതുപോലെ നമ്മൾ ഈ ലവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പാട്ട്, ഇപ്പം നെഞ്ചുക്കുൾ പെയ്തിടും മാമഴയ്ക്ക് എനിക്ക് സ്നേഹം എന്നൊക്കെ തോന്നുമ്പോൾ ലവ് എന്ന് പറയുമ്പോൾ എനിക്ക് ആ പാട്ടൊക്കെ വരാറുണ്ട്. അതുപോലെ ലവ് എന്ന് പറയുമ്പോൾ ഏത് പാട്ടായിരിക്കും അജു ചേട്ടന് വരാറ് മനസ്സിൽ? ലവ് എന്ന് പറയാം. ഞാൻ അപ്ഡേറ്റഡ് ആയി. ഏതായിരിക്കും? നിലാവിന്റെ നീലമസ്പോക്കായിരുന്നു. ഞാനിപ്പോഴും അവിടെ കുറച്ച് നിൽപ്പുണ്ട്. ഒരു തെറ്റില്ലല്ലോ, അത് ഇഷ്ടമാണ്. ഇപ്പം ഇതും കൂടെ ശീലിക്കാൻ തുടങ്ങി. അതെ, പപ്പൻ എന്ന ക്യാരക്ടർ അല്ല ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ കുറച്ച് അപ്ഡേറ്റഡ് ആയെന്നൊക്കെ. ഞാൻ കുറച്ച് പപ്പന, എനിക്ക് ഇപ്പോഴും മറ്റേ സീക്രട്ട് പ്ലേലിസ്റ്റിനകത്ത് ഒരു രാജമല്ലി ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ള ഇതിൽ പാട്ടുകൾ ഇപ്പൊ ഞാൻ വണ്ടിയിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് കണ്ടിന്യൂസ് ട്രാവൽ പ്ലെയിന് ഇളയരാജ സാറിന്റെ സോങ്സ്. അതെന്താണേലും 80s 70s. ഇപ്പൊ ചോദിച്ചപ്പോ പറയാൻ വേണ്ടി പറഞ്ഞതാണോ അതൊക്കെ? ഞാൻ ആ പാട്ടൊക്കെ തന്നെ കേൾക്കണേന്നല്ലേ? അല്ലല്ല, ഇപ്പൊ ഏവനാനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സോങ്ങാ, അതുകൊണ്ട് പറഞ്ഞത്. ഗൗരി ഏതായിരിക്കും ഒരു പാട്ട്? ഞാൻ എ ആർ റഹ്മാൻ സാറിന്റെ ബിഗ് ഫാനാണ്. പുതുവെള്ളൈ മഴയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഇതിലെ വരുവാണെങ്കിൽ ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലെ സോങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. അപ്പം ഇതിലെ പാട്ടുകളൊക്കെ എങ്ങനെയാണ്? പാട്ടായിട്ടില്ല, മ്യൂസിക്കൽ സീൻസ് എന്നാണ് നമ്മൾ അതിനെ പറയാൻ, സീരീസ് ആയതുകൊണ്ട് അങ്ങനെയാണ് അതിനെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ഡയലോഗ് സീൻസ് ബ്രേക്ക് ചെയ്തൊക്കെ തന്നെ സിറ്റുവേഷനെ എൻഹാൻസ് ചെയ്യാന്നുള്ള മാത്രം ഉദ്ദേശം, പാട്ടെന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പ്രണയം പോലെ തന്നെയാണ്, ഇപ്പൊ സൗഹൃദങ്ങൾ പോലെ തന്നെയാണ് പ്രണയം. എനിക്ക് തോന്നുന്നു അജു ചേട്ടൻ സൗഹൃദങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം പ്രണയ വിവാഹമായിരുന്നു ആക്ച്വലി അഗസ്റ്റീന ചേച്ചിയുമായിട്ട്. എൻ്റെത് ഓൾമോസ്റ്റ് സമയം എടുത്തില്ല അതിലോട്ട്. പരിചയപ്പെട്ട ഉടനെ എൻഗേജ്മെന്റ് ആൻഡ് വിവാഹമായിരുന്നു. പ്രണയിക്കാൻ അധികം സമയം കിട്ടിയില്ല. കല്യാണം കഴിഞ്ഞിട്ടാണോ പ്രണയിച്ചത്? നാച്ചുറലി അത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ കുറേം കൂടി നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നതും ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും നമ്മൾ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരു പാർട്ട്ണറിൻ്റെ കൂടെ നമ്മൾ എത്രയോ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളൊരു ഓരോ വ്യക്തിയും നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. പ്രണയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം പ്രണയം എന്ന് പറയുന്നത് ഇപ്പം ഈ ജനറേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോളിവുഡിൽ പണ്ട് സിനിമകളിലൊക്കെ കണ്ട പോലൊന്നും അല്ല. ഇപ്പം ഭയങ്കര ഇന്ന് പറയണോ നാളെ ചിലപ്പോൾ നോ പറയണോ, അങ്ങനെ ഒരു എന്താ പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റിപ്ലേസ് കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് ബ്രേക്കപ്സ് എല്ലാം വരുന്നു. അപ്പം ഈ ഒരു ലവ് എന്ന് പറഞ്ഞത് വളരെ വലിയൊരു ടേം തന്നെയാണ് ഇന്നത്തെ ജനറേഷനാണെങ്കിലും. അപ്പോൾ ഈ ഒരു ഇതെടുത്തപ്പോൾ എങ്ങനെയാണ് പ്രണയത്തെ ഡയറക്ടർ ഡെപ്പിക്ട് ചെയ്യാൻ നോക്കിയത്, അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനിലേക്ക് ഇത് എങ്ങനെയായിരിക്കും? വിടുന്നില്ല, എങ്ങോട്ടാ പോകുന്നത് ഞാൻ ആലോചിച്ചായിരുന്നു. എനിക്ക് മറ്റൊരു ചെറിയൊരു വിയോജിപ്പുണ്ടേ. ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാം ഇന്ന് യെസ് പറഞ്ഞ് നാളെ നോ പറഞ്ഞ് നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് ട്രൂ ലവ് ഭയങ്കര എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ആസ്പെക്റ്റ് ആണെന്ന് ജെൻസീസിനോട് ഞാൻ കൂടുതൽ സംസാരിക്കുമ്പോൾ ദേ ആർ ലുക്കിംഗ് ഫോർ ട്രൂ ലവ്. ബാക്കി സിറ്റുവേഷൻഷിപ്സ് ഒക്കെ എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പം ട്രൂ ലവ് ആണ് അവർ മിസ് ചെയ്യുന്നൊരു സംഭവം ഞാൻ മനസ്സിലാക്കി, എനിക്കറിയില്ല, അങ്ങനെ ഓരോ കാഴ്ചപ്പാടുകൾ.
ഇതിനകത്ത് അങ്ങനെ നമ്മൾ സ്ഥിരമായി കാണുന്ന ലവ് എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല ഇവരുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് അതിനൊരു ഫ്ലേവർ സുഖമുണ്ട്, അത് ഞാൻ പറഞ്ഞത് കളയുന്നില്ല. കുറച്ചൊരു ഉത്തരവാദിത്വ ബോധത്തിലോട്ടൊക്കെ എത്തി ജീവിതത്തെ ഒന്ന് അറിഞ്ഞു തുടങ്ങുമ്പോൾ ഒരു കമ്പാനിയനെ ആവശ്യം എന്ന് തോന്നിയ പോയിന്റിലാണ് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നത്. എന്താ പറയാ, കുഞ്ഞായിട്ടുള്ള ഒരു പ്രണയമല്ലത് അല്ല. അതായത് പപ്പനെ പോലത്തെ ഒരു ക്യാരക്ടർ ഇതിൽ നിന്നൊരു വിവാഹത്തിലോട്ട് ആണ് അവർ ചിന്തിക്കുന്നത്. പ്രണയമാണ്. പൈങ്കിളി പ്രണയം അല്ല. മനസ്സിലാവും നമുക്ക് ഇവരുടെ റിലേഷൻഷിപ്പ് എന്താന്ന് വെച്ചാൽ ചിലപ്പോ പപ്പനെ പോലെയുള്ള ഒരു ക്യാരക്ടറിന് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. വിനോദ് എന്ന ക്യാരക്ടർ നീരജേട്ടൻ ചെയ്യുന്നു. അപ്പം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു കോംബോ കാര്യങ്ങൾ? ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല, ബിക്കോസ് നീരജ് ഈസ് ഓൾസോ എ വെരി ഗുഡ് ആക്ടർ. അപ്പൊ ഇവരോടൊക്കെ എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു സ്വിച്ച് ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ എനിക്കതും കാണായിരുന്നു. ബിക്കോസ് വിനോദിനെ പോലെ ആണോ നീരജ് എന്ന് ചോദിച്ചാൽ അല്ല. സോ നമ്മൾ നീരജിനോട് സംസാരിക്കുന്നു, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു, പക്ഷെ ക്യാരക്ടറിലോട്ട് പോകുമ്പം ആള് മാറുന്നുണ്ട്. സോ ഇറ്റ് വാസ് വെരി ഈസി. ദുബായിലെ സീക്വൻസസ് ഒക്കെ ശരിക്കും ഒരു ഭയങ്കര റിലാക്സ്ഡ് ആൻഡ് ഞങ്ങളൊരു ഹെക്ടിക് സ്കെഡ്യൂൾ ആയിരുന്നെങ്കിൽ പോലും സീൻസ് കുറച്ചുകൂടെ ബ്രീസി ആയതുകൊണ്ട് ഇറ്റ് വാസ് റിയലി നൈസ്. പിന്നെ ഇമോഷണൽ സീൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് സീനുണ്ട്. അപ്പൊ ആ ഒരു സീനൊക്കെ ചെയ്തപ്പം ഇന്റൻസ് ആയിരുന്നു. എനിക്ക് കുറച്ച് ടൈം എടുത്തു നീരജിന്റെ പേസിലോട്ടും ഞങ്ങൾ തമ്മിലൊരു ടൈമിങ്ങും അതൊക്കെ കുറച്ച് ടൈം എടുത്തെങ്കിലും ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമായിരുന്നു. സെറ്റിൽ എല്ലാവരോടും സ്വാതന്ത്ര്യമുള്ള സെറ്റായിരുന്നു. വിഷ്ണു തന്നെ പറയുമല്ലോ, എൻഡിങ്ങിന്റെ സമയത്ത് നമുക്ക് എല്ലാരോടും അജുചേട്ടൻ വന്ന് ഞങ്ങളോട് ചോദിച്ചില്ലേ, എന്നോട് ചോദിച്ചു, ആൻസലീമിനോട് ചോദിച്ചു. നമ്മുടെ ഒപ്പീനിയൻസ് ഒക്കെ അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് ബീങ് ടേക്കൻ ഇൻ ടു കൺസിഡറേഷൻ. അല്ലാതെ ഒരാളുടെ വിഷൻ ആണെങ്കിൽ പോലും അതിന്റെ ഒരു ഡെമോക്രസി നമുക്ക് എല്ലാവർക്കും നമ്മളുടെ സിനിമയായിട്ട് തോന്നി ഒരു യൂണിയൻ അത് തോന്നിപ്പിക്കാൻ എല്ലാ സംവിധായകർക്കും പറ്റാറില്ല. ഫോക്കസ്ഡ് ആയിട്ടുള്ള സംവിധായകരും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഇപ്പൊ ലെമണിന്റെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ ഗൗരിക്ക് തോന്നുമ്പോൾ ഇതെന്റെ, എനിക്ക് തോന്നുന്നത് എന്റെ, വിഷ്ണുവിനും നാച്ചുറലി തോന്നും. അതിൽ ഭാഗമായി അസോസിയേറ്റിനും ടെക്നീഷ്യൻസിനും DOP അജയ്ക്കും ഒക്കെ തോന്നാം. എന്തിനാണ് ഇതിന്റെ ട്രെയിലർ കട്ട് ചെയ്യുന്നത് നമ്മുടെ KC നാഷണൽ അവാർഡ് വിന്നർ ആട്ടം ചെയ്ത് മഹേഷാണ്. മഹേഷിന് തോന്നുന്നുണ്ടല്ലോ പുള്ളിക്ക് വളരെ എനിക്ക് മെസ്സേജ് നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഓൺ ചെയ്യുക എന്ന് പറയുന്നത് അത് ആ ഒരു പ്രൊഡക്റ്റിന് മെറിറ്റും അതിനോടുള്ള ഇവരുടെയൊക്കെ സമീപനം കാണും. ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രമേ കണ്ടിട്ടുള്ളൂ, ട്രെയിലറൊക്കെ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ February 28 ഈ ഒരു സീരീസ് വരുന്നത്. ട്രെയിലർ റിലീസാവും. ട്രെയിലർ അടിപൊളിയാണ്. അപ്പോൾ എന്താണെങ്കിലല്ലേ, അതായത് February 28 ഈ ഒരു സീരീസ് നമ്മളിലേക്ക് എത്തുന്നത്. സോ ഞങ്ങളെല്ലാം കട്ട വെയിറ്റിംഗ് ആണ് ഈ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ കാണാൻ വേണ്ടിയിട്ട്. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.